ഹായ് കൂട്ടുകാരെ, ക്രിസ്മസൊക്കെ അടുക്കാറായില്ലേ. അപ്പോൾ സ്കൂളിൽ ഇപ്പം ക്രിസ്മസ് റിലേറ്റഡ് കോമ്പറ്റീഷനൊക്കെ നടക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് വെറൈറ്റി ഒരു സ്റ്റാർ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കണത് ഒരു A4 സൈസ് കളർ പേപ്പറാണ്. അത് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ സെൻറ്ററിൽ ഇട്ട് ഒരു സൈഡ് മടക്കാം. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പുറത്തെ വശം ഒരു 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിന് മുകളിലോട്ട് മടക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടെ പശ ഉപയോഗിക്കുമ്പോൾ ഫെവിക്കോളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അധികം യൂസ് ചെയ്യാതെ ഉൾവശം ഒട്ടിപ്പോവാതെ കുറച്ച് ആവശ്യത്തിനുള്ള പശ മാത്രം ഉപയോഗിച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം 2.5 സെൻറ്റിമീറ്റർ രണ്ട് കോർണർ സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യുക. 2.5 ആണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അതേപോലെ ഇപ്പുറത്തെ സൈഡ് ഞാൻ 2.5 മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം താഴോട്ട് 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യും. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ രണ്ട് സൈഡും മാർക്ക് ചെയ്യണം 1 സെൻറ്റിമീറ്റർ. അതിന് ശേഷം ലൈൻ മാർക്ക് ചെയ്തു. ആ 2 ലൈൻ യോജിപ്പിച്ചിട്ട് പിന്നെ ആ കോർണറിൽ കാണുന്ന സ്ക്വയർ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മേലത്തെ ആ പോർഷൻ മാത്രം കട്ട് ചെയ്ത് അടിയത്തെ ആ ലെയർ നിർത്തണം. സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ. മേലത്തെ പോർഷൻ മാത്രമാണ് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമുള്ളൂ. അടിയത്തെ പോർഷൻ അങ്ങനെ നിർത്തുക. എന്നിട്ട് അവിടെ ഗ്ലൂ യൂസ് ചെയ്ത്, അതായത് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തില്ല, അത് താഴത്തോട്ടും മാർക്ക് ചെയ്ത് സ്കെയിൽ വെച്ച് താഴത്തോട്ടും അങ്ങനെ മടക്കിയെടുക്കുക. ഇപ്പുറത്തെ സൈഡും അതേപോലെ മടക്കിയെടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മടക്കിയ വശങ്ങളുണ്ടല്ലോ, അത് നമ്മളിപ്പോൾ പേപ്പർ ബാഗൊക്കെ മടക്കൂലേ, അതേപോലെ മടക്കിയെടുക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ സെൻറ്ററിൽ പേപ്പർ ബാഗ് നമ്മൾ മടക്കുന്ന പോലെ ആ വശം മടക്കിയെടുക്കുക 2 സൈഡും. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്ത് അടിഭാഗം കട്ട് ചെയ്ത് കളയാതെ വെച്ചിട്ടുണ്ടല്ലോ, ആ പോർഷൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് മുകളിലോട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒരു ഭാഗം ക്ലോസ്ഡ് ആയപോലെ ആയിരിക്കും ഒട്ടിച്ചെടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടിയെന്ന് ഉറപ്പ് വരുത്തുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഏത് ഡിസൈൻ വേണം, ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് മാർക്ക് ചെയ്യണത്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഫ്ലവേഴ്സോ സ്റ്റാർസോ, ഞാൻ ഇപ്പോൾ ട്രയാങ്കിളും ഹാഫ് സ്റ്റാറും അങ്ങനെയൊക്കെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 2 സൈഡ് അതേപോലെ മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ആ പോർഷൻ കട്ട് ചെയ്ത് കളയാണ് വേണ്ടത്. വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് മാർക്ക് ചെയ്ത വശം ഇതിൽ കൂടെ കട്ട് ചെയ്ത് ആ പോർഷൻ എടുത്ത് കളയാം. ഞാനിവിടെ ഇതേപോലത്തെ 9 ലീഫ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൽ മാത്രം
വീഡിയോയിൽ കാണുന്ന പോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 9 പീസ് ഒട്ടിച്ചെടുക്കുക. ശ്രദ്ധിക്കണം, സെൻറ്ററിൽ മാത്രമാണ് നമുക്ക് പശ അതായത് ഫെവിക്കോൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതേപോലെ ഞാനിവിടെ 9 പീസും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒട്ടിച്ച ശേഷം ജസ്റ്റ് ഒന്ന് 2 സൈഡിൽ നിന്ന് വെച്ച് നിവർത്തി കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ റെഡിയായി. എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.